രാമായണ മാസാചരണം ഭക്തി സാന്ദ്രമായി ആചരിച്ച് പ്രവാസികളും ദുബായിലെ വിവിധ ഹൈന്ദവ ഗൃഹങ്ങളിൽ മാറി മാറിയാണ് രാമായണ പാരായണവും കഥ പറച്ചിലുമെല്ലാം നടക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസത്തെയും പാരായണം. രാമായണ ശീലുകളാൽ മുഖരിതമാണ് പ്രവാസ ലോകവും. ഇടമുറിയാതെ പെയ്യുന്ന മഴക്കാലത്താണ് നാട്ടിലെ രാമായണ മാസമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് ചുട്ടുപൊള്ളുന്ന വേനലിലാണ്. ഇവിടെ ഓരോ ഹൈന്ദവ ഗ്രഹങ്ങളിലും കർക്കിടക മാസം രാമനാമജപങ്ങളുടെ നാളുകളാണ്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഒത്തുചേർന്നാണ് ഓരോ ദിവസവും പാരായണം നടത്തുന്നത്. ജോലി കഴിഞ്ഞുള്ള സമയമാണ് പാരായണത്തിനായി പ്രവാസികൾ മാറ്റിവെക്കുന്നത്. നാട്ടിലില്ലാത്ത ഒരു തരം ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവിടെ എല്ലാവർക്കും കാണാറുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ ഒരു മാസം വരുമ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് കൊണ്ട് ഇപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ കുറച്ച് കുട്ടികളൊക്കെ കുറവാണ്. കുറേ പേര് നാട്ടിലേക്ക് പോകുന്ന സമയമാണ്. പക്ഷേ എങ്കിലും കുടുംബങ്ങളുടെ ഒരു ഒത്തൊരുമ ഇതിൽ വളരെയുണ്ട്. ഒരു പക്ഷേ വീക്ക് ഡേയ്സിൽ കുറച്ച് കുറവായിരിക്കും ആൾക്കാർ. പക്ഷേ വീക്കെൻഡ്സ് ആകുമ്പോൾ പൊതുവെ എല്ലാവരും ഇതിനോട് താല്പര്യം കാണിക്കാറുണ്ട്. പലർക്കും വായന അത്രത്തോളം വരുന്നില്ലെങ്കിൽ പോലും ഇംഗ്ലീഷിൽ എഴുതിയിട്ട് കൊടുത്ത് കുട്ടികൾ വായിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് തമിഴാണ്, അവൾക്കറിയില്ല, അതുകൊണ്ട് എല്ലാം വായിച്ച് പഠിപ്പിച്ചിട്ടൊക്കെയാണ് വായിക്കുന്നത്. അങ്ങനെ ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. നാട്ടിലെ പോലെ തന്നെ രാമായണ മാസത്തിൽ മത്സ്യമാംസാദികൾ ത്യജിച്ച് വ്രതശുദ്ധിയോടെയാണ് ഓരോ പ്രവാസിയും രാമായണ പാരായണം ചെയ്യുന്നത്. ഇവിടെ എത്തിയിട്ട് രാമായണ പാരായണം തുടങ്ങിയവരും ധാരാളമുണ്ട്. അനുഭവം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. ഞാൻ നാട്ടിൽ വായിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞ ഞാൻ 8 വർഷമായി വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തെ കോവിഡായി. പക്ഷേ ആ സമയത്ത് പോലും അത് മിസ് ചെയ്യാതെ ഓൺലൈനിൽ വായിച്ച് അത്രയുള്ളൊരു കൂട്ടായ്മ, കിസൈസിലെ മലയാളികളുടെ ഒരു കൂട്ടായ്മ, അതൊരു ഭയങ്കര ഒരു അനുഭൂതിയാണ്. കൂട്ടായ പാരായണം സംഘടിപ്പിക്കുന്നതിലൂടെ UAE-യിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് രാമായണ കഥകളും സന്ദർഭങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ കൂടി കഴിയുന്നുണ്ട്. നമ്മൾ കർക്കിടകം 1 മുതൽ കർക്കിടകം 31 വരെ ഇനിയുള്ള നമ്മളെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം രാമായണ പാരായണവും കഥ പറച്ചിലും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും സുഹൃത്തുക്കളും ചേർന്ന് ഓരോ വീടുകളിലായിട്ടാണ് നമ്മൾ രാമായണം പാരായണവും അതിനോടനുബന്ധിച്ച് കഥ പറച്ചിലും പ്രഭാഷണങ്ങളും എല്ലാം നടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പുണ്യം അല്ലെങ്കിൽ ഭാഗ്യം ലഭിക്കുന്നത് UAE-യിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്ക് തന്നെയാണ്. ഇതുപോലുള്ള രാമായണ പാരായണവും കഥ പറച്ചിലും സംഘടിപ്പിക്കുന്നതിലൂടെ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികൾ പോലും അതിൽ പങ്കാളികളാവുകയും മാത്രമല്ല അവരും ഇപ്പം മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലെല്ലാം എഴുതി മനസ്സിലാക്കി അവരും ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. ഇനി വരുന്ന ഒരു മാസം UAE-യിലെ ഹൈന്ദവ ഗ്രഹങ്ങളിലെല്ലാം രാമനാമ ജപങ്ങളുടെ നാളുകളാണ്. ദുബായിൽ നിന്ന് റജിൽ വാണിമേലിനൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം. ഏതായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഷിൻസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഇനിയുള്ള ഒരു ദിവസങ്ങൾ ആ വ്രതശുദ്ധിയുടെ നാളുകളാണ്. എനിക്ക് തോന്നുന്നു ഈ പ്രവാസികളാണ് ഇവിടെയുള്ളവരെക്കാൾ ഇപ്പോൾ ഓണമായി കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 ദിവസങ്ങൾ ആഘോഷമാണെങ്കിൽ അവരിങ്ങനെ മാസങ്ങളോടെ നീണ്ടു നിൽക്കുന്ന ആഘോഷം. ഇപ്പോഴും അവർ പറഞ്ഞതുപോലെ തന്നെ വീടുകളിൽ ഒന്നിച്ചു ചേരുന്നു, ഒത്തുകൂടുന്നു, ഒരുമ, ആ ഒരു ഒരുമയുടെ ഒരു ആഘോഷം കൂടി ആവുകയാണ് ഈ കാലയളവ്, അല്ലേ?